ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്യുന്നത്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യുന്നത്, അതിനെ ക്ലീൻ ചെയ്യുന്നത് മുതലായവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വ്ലോഗാണ്. നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കോണും ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടോ? ഇതൊരു സാലഡ് സ്പിന്നറാണ് കേട്ടോ. സാലഡ് സ്പിന്നർ എന്ന് വെച്ചാൽ ഇലവർഗ്ഗങ്ങൾ, ചീര, കരിവേപ്പില, മല്ലിയില മുതലായവയെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തിടുന്നു. ഇതിൻ്റെ അകത്തിട്ടിട്ട് അടച്ചു വയ്ക്കും, ടൈറ്റായിട്ട് അടച്ചു വയ്ക്കും. അതിനുശേഷം ഇവിടെ ഒരു നോബുണ്ട്, ഇത് പിടിച്ചിങ്ങനെ സ്പിൻ ചെയ്യും. ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം തെറിച്ച് പോകും. പിന്നെ നമുക്ക് എടുത്ത് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ നല്ല എളുപ്പമാണ്. കുറേ ദിവസം ഈ ഫ്രഷായിട്ട് തന്നെ വിനീഗറും ഒഴിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. കഴുകിയെടുത്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ വെള്ളാംശം എല്ലാം തുടച്ച് മാറ്റും കേട്ടോ. തുടച്ച് മാറ്റിയിട്ട് അതാത് കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. എൻ്റെ ഫ്രിഡ്ജിൽ ഒരു 10 ദിവസത്തോളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പച്ചക്കറികളെല്ലാം നന്നായിട്ട് കഴുകുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ എനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഇതിൽ 3 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റ്സിൽ ഞാൻ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി, കുറച്ച് കരിവേപ്പില മുതലായവ ഇട്ട് വച്ചേക്കും. അപ്പോൾ കുക്ക് ചെയ്യുന്ന നേരത്തെ എനിക്ക് എളുപ്പമാണ്. ഈ ഒരു കണ്ടെയ്നർ മാത്രം എടുത്താൽ മതിയാകും. ഞാൻ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ് മല്ലിയില സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വലിയ കണ്ടെയ്നറാണിത്. ഇതിൽ ഞാൻ അത്യാവശ്യം ഒരാഴ്ചത്തേക്കുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. പച്ചമുളക് ഞെട്ടെറുത്ത് കഴുകി തുടച്ച് വെച്ചേക്കുന്നതാണ്. അതുപോലെയാണ് കരിവേപ്പിലയും. ഇത് 1 മാസത്തോളം ഇങ്ങനെ തന്നെ ഇരിക്കും കരിവേപ്പില. പിന്നെ ടൊമാറ്റോസ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സും നമുക്ക് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 10 ദിവസത്തേക്കോ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അതുപോലെ അരിഞ്ഞിട്ട് കുറച്ച് വെച്ചേക്കാം. ഇത് പച്ചമാങ്ങയാണ്, അപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. ഒരു 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പച്ചമാങ്ങയാണ്. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ദിവസം എടുക്കാം. അതുപോലെ തോരൻ മുതലായവയും നമുക്ക് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാവുന്നതാണ്. സാമ്പാർ, അവിയൽ അങ്ങനെ 2 ദിവസം 3 ദിവസത്തിന് മുമ്പേ അരിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള കുക്കിംഗ് വളരെ എളുപ്പമാവും. കാര്യം ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോകുമ്പോൾ എല്ലാ പച്ചക്കറികളും കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കുട്ടി വരുമ്പോൾ അവളുടെയും സഹായത്തോടു കൂടി എല്ലാം അരിഞ്ഞും തൊലിച്ചും ക്ലീൻ ചെയ്തും ഒക്കെ വെച്ചേക്കും. അതുപോലെ തന്നെ തേങ്ങ തിരികെ വെച്ചേക്കും, തേങ്ങ വറുത്തരച്ച് വെച്ചേക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈസിയാക്കി വെച്ചേക്കുമ്പോൾ എനിക്ക് കുക്കിങ്ങിന് അധികം സമയം എടുക്കത്തില്ല. രാവിലെ തന്നെ ഈ കുക്കിങ്ങും കഴിയും. അതുപോലെ തന്നെ ഞങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും നമ്മളുടെ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാര്യം അതിൻ്റെ അകത്ത് ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടാവുകയും ഫുഡ് അവശിഷ്ടങ്ങളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ. ബെസ്റ്റ് തിങ്, നമ്മളുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കാനായിട്ട് ഏറ്റവും നല്ലത് സോഡാപ്പൊടിയും നാരങ്ങയാണ്. സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഭയങ്കര എളുപ്പമാണ്. ഫ്രിഡ്ജിൻ്റെ അകത്ത് നല്ലൊരു സ്മെല്ല് നിലനിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു മിക്സ്ചർ നാരങ്ങയുടെയും സോഡാപ്പൊടിയെയും ഒരു പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക.
ലാസ്റ്റ് ടൈം കണ്ടതിന് ശേഷം എൻ്റെ ചെടി വളർന്നിട്ടുണ്ടോ? വലുതായി അല്ലേ? അവൾ ഹാപ്പിയാണ്. ഇനി നമുക്ക് എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകം കാണാം. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye.